ജിൻസപ്പന്റെ വീട്ടിൽ നിന്ന് പൂക്കളൊക്കെ പറിച്ചുകൊണ്ടുന്ന കഥ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ആ പൂക്കൾ എടുത്തു കളഞ്ഞപ്പോ എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നി. എനിക്ക് കണക്കിൽ വലിയ എത്തും പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ പൂക്കളത്തിന്റെ അളവുകൾ മുഴുവൻ താളം തെറ്റി കിടക്കുവാന്ന് എനിക്കറിയാം. അതൊരു കുറവായി കാണാതെ നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. എന്നും ഇടുന്ന പൂക്കളത്തിന് അത്തപ്പൂക്കളം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് വീഡിയോയിൽ കേട്ട് നമ്മൾ ആ ദിവസത്തെ നാള് ചേർത്ത് വേണം പൂക്കളം എന്ന് പറയാൻ. അതേപറ്റി എന്തെങ്കിലും ധാരണയുള്ളവർ കമന്റ് ചെയ്യാൻ മറക്കല്ല. യൂട്യൂബിൽ യാതൊരുവിധ കമന്റുകളും കിട്ടാറില്ലെങ്കിലും എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയച്ച കുറെ പേരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു, ട്രഡീഷണൽ പൂക്കൾ മാത്രമാണല്ലോ എന്നും ഇടുന്നതെന്ന്. കാശ് മുടക്കി പൂക്കൾ വാങ്ങുന്ന ശീലം പണ്ടും എനിക്കില്ല. എന്റെ സ്വഭാവം വെച്ച് ഇനി ഉണ്ടാകാനും ഒരു ചാൻസും ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്നല്ലേ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ടാറ്റാ. ജിൻസപ്പന്റെ വീട്ടിൽ നിന്ന് പൂക്കളൊക്കെ പറിച്ചുകൊണ്ടുന്ന കഥ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ആ പൂക്കൾ എടുത്തു കളഞ്ഞപ്പോ എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നി. എനിക്ക് കണക്കിൽ വലിയ എത്തും പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ പൂക്കളത്തിന്റെ അളവുകൾ മുഴുവൻ താളം തെറ്റി കിടക്കുവാന്ന് എനിക്കറിയാം. അതൊരു കുറവായി കാണാതെ നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. എന്നും ഇടുന്ന പൂക്കളത്തിന് അത്തപ്പൂക്കളം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് വീഡിയോയിൽ കേട്ട് നമ്മൾ ആ ദിവസത്തെ നാള് ചേർത്ത് വേണം പൂക്കളം എന്ന് പറയാൻ. അതേപറ്റി എന്തെങ്കിലും ധാരണയുള്ളവർ കമന്റ് ചെയ്യാൻ മറക്കല്ല. യൂട്യൂബിൽ യാതൊരുവിധ കമന്റുകളും കിട്ടാറില്ലെങ്കിലും എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയച്ച കുറെ പേരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു, ട്രഡീഷണൽ പൂക്കൾ മാത്രമാണല്ലോ എന്നും ഇടുന്നതെന്ന്. കാശ് മുടക്കി പൂക്കൾ വാങ്ങുന്ന ശീലം പണ്ടും എനിക്കില്ല. എന്റെ സ്വഭാവം വെച്ച് ഇനി ഉണ്ടാകാനും ഒരു ചാൻസും ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്നല്ലേ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ടാറ്റാ.